ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മുടെ 4th ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഞാൻ 3rd ചാപ്റ്ററിൻ്റെ നോട്ടും 4th ചാപ്റ്ററിൻ്റെ നോട്ടും 4th പഠിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ ഐ വിൽ സെൻഡ് യു ദ നോട്ട്സ് ഓഫ് 3rd and 4th അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. സോ ഡോണ്ട് വറി. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് വേർഡ് 2013 പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ വേർഡിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി പ്രോബ്ലം വരാതിരിക്കാനാണ്. പിന്നെ ഇതിൽ നോട്ട്സ് തരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നോക്കിക്കേ, ഹെഡർ എന്താ നോക്കിക്കേ. ഹെഡർ ഈസ് എ പീസ് ഓഫ് ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്രിന്റഡ് അറ്റ് ടോപ്പ് ഓഫ് പേജ്, ഈച്ച് പേജ് ഇൻ എ ഡോക്യുമെൻറ്റ്. ഹെഡർ ഈസ് എ പീസ് ഓഫ് ടെക്സ്റ്റ്. അത് ഹെഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്സ്റ്റാണ്. അത് എവിടെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്? വിച്ച് ഈസ് പ്രിന്റഡ് അറ്റ് ടോപ്പ് ഓഫ് ഈച്ച് പേജ്. എല്ലാ പേജിൻ്റെയും മുകളിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന എന്താണ്? ടെക്സ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഹെഡർ എന്ന് പറയുന്നത്. അതായത് ടോപ്പ് മാർജിനിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? ഹെഡർ. അല്ലേ, മനസ്സിലായോ? അപ്പോൾ ഹെഡർ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റാണ്. അത് ഒരു പേജിൻ്റെ ടോപ്പിലായിരിക്കും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഫൂട്ടർ എന്ന് പറഞ്ഞാലോ നേരെ ഓപ്പോസിറ്റ്. ഹെഡർ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് പേജിൻ്റെ ടോപ്പിലാണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഫൂട്ടർ. ഫൂട്ടർ ഈസ് പ്രിന്റഡ് അറ്റ് ബോട്ടം ഓഫ് ഈച്ച് പേജ്. ബോട്ടം, മനസ്സിലായോ? ഫൂട്ടർ എന്ന് പറഞ്ഞാലോ ഒരു ടെക്സ്റ്റാണ്, അത് പേജിൻ്റെ താഴെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഹെഡർ പേജിൻ്റെ ടോപ്പിലും ഫൂട്ടർ പേജിൻ്റെ താഴെയും. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. ഫൂട്ടർ വരുമ്പോൾ ബോട്ടം മാർജിൻ, ഹെഡർ വരുമ്പോൾ ടോപ്പ് മാർജിൻ. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഹെഡേഴ്സ് ആർ printed 0.5 inches below the top edge of a page. അപ്പോൾ നമ്മൾ ഹെഡേഴ്സ് എപ്പോഴും വരുന്നത് ഒരു പേജിൻ്റെ ടോപ്പിൽ നിന്ന് 0.5 inches മാറിയായിരിക്കും ഹെഡേഴ്സ് വരുന്നത്. അപ്പോൾ ഹെഡേഴ്സ് ഡിഫോൾട്ടായിട്ട് 0.5 inches ബിലോ ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ പേജ്, പേജിൻ്റെ മുകളിൽ നിന്ന് 0.5 inches മാറിയായിരിക്കും എന്ത് പ്രിൻ്റ് ചെയ്യുന്നത്? ഹെഡേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഫൂട്ടേഴ്സ് ആണെങ്കിലോ, ഫൂട്ടേഴ്സ് ആർ പ്രിന്റഡ് 0.5 inches എബവ് ദ ബോട്ടം എഡ്ജ് ഓഫ് ദ പേജ്. താഴേന്ന് ഫൂട്ടേഴ്സ് എവിടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്? ബോട്ടം പേജിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്, അല്ലേ? പേജിൻ്റെ താഴെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പേജിൻ്റെ താഴെയാകുമ്പം താഴേന്ന് 0.5 inches മാറിയായിരിക്കും ഫൂട്ടർ വരുന്നത്. ഹെഡർ ആണെങ്കിലോ 0.5 inches ടോപ്പിൽ നിന്ന് മാറിയായിരിക്കും ഹെഡർ വരുന്നത്. ഹെഡർ എന്ന് പറഞ്ഞാൽ പേജിൻ്റെ ടോപ്പിൽ, അതായത് ടോപ്പ് മാർജിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് ഹെഡർ. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടം പേജിൽ അല്ലെങ്കിൽ ബോട്ടം മാർജിനിൽ പ്രിൻ്റ് ചെയ്യുന്ന ടെക്സ്റ്റാണ് ഫൂട്ടർ. ഹെഡർ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ പേജിൽ നിന്ന് 0.5 inches മാറിയായിരിക്കും ഹെഡർ പ്രിൻ്റ് ചെയ്യുന്നത്. ഫൂട്ടർ ആണെങ്കിൽ ബോട്ടം ഓഫ് ദ പേജിൽ നിന്ന് 0.5 inches എബവ് ആയിരിക്കും ഫൂട്ടർ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫൂട്ടറും ഹെഡറും എന്തിനാണ് ശരിക്കും കൊടുക്കുന്നത്? നമ്മൾ ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ പേര്, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചാപ്റ്റർ നെയിം. ഇപ്പം നമ്മുടെ ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ടെക്സ്റ്റിൻ്റെ താഴെ പേജ് നമ്പർ കൊടുത്തിരിക്കുന്നത്, അതൊക്കെ ഫൂട്ടറാണ്. നമ്മുടെ ഈ ടെക്സ്റ്റിൽ, കമ്പ്യൂട്ടർ ടെക്സ്റ്റിൽ താഴെയാണ് പേജ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? ഫൂട്ടർ. ഈ 60 എന്ന് പറയുന്ന പേജിൻ്റെ തുമ്പത്താണോ എഴുതി വെച്ചിരിക്കുന്നത് ടെക്സ്റ്റിൽ? അല്ലല്ല, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. 60 എന്ന് പറയുന്ന ആ ഗ്യാപ്പാണ് 0.5 inch. ഓക്കെ, നമ്മുടെ പേജ് നമ്പർ, നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പേജ് നമ്പർ കാണാൻ പറ്റും. പേജ് നമ്പർ നമ്മുടെ ടെക്സ്റ്റിൻ്റെ താഴെയാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്
ഫൂട്ടറിലാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 6 ഇല്ലെങ്കിൽ ഇപ്പം സപ്പോസ് നിങ്ങളുടെ പേജ് നമ്പർ 60 ആണെങ്കിൽ ആ 60 എന്ന് പറയുന്നത് നിങ്ങളുടെ പേജിൻ്റെ തുമ്പത്താണോ അവർ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അല്ല കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ 60 വന്നിരിക്കുന്നത്. ആ ഗ്യാപ്പാണ് എത്ര 0.5. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഹെഡേഴ്സിനും ഫൂട്ടേഴ്സിനും നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്? ഡോക്യുമെൻറ്റിൻ്റെ പേര്, ചാപ്റ്റർ നെയിം, പേജ് നമ്പർ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഹെഡേഴ്സിലോ അല്ലെങ്കിൽ ഫൂട്ടേഴ്സിലോ കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഹെഡേഴ്സിൽ ഇൻഫർമേഷൻ കൊടുക്കണോ ഫൂട്ടറിൽ ഇൻഫർമേഷൻ കൊടുക്കണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി എങ്ങനെയാണ് ഒരു ഹെഡറും ഫൂട്ടറും നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഇൻസർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഹെഡർ ഫൂട്ടർ ഗ്രൂപ്പ് ഉണ്ട്. ഇൻസർട്ട് ടാബിൽ ഹെഡർ ഫൂട്ടർ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്ന് ഹെഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹെഡറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഹെഡർ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാർജിനിലാണ് വരുന്നത്. 0.5 ഇഞ്ചസ് മാറിയിട്ടായിരിക്കും ഹെഡർ വരുന്നത്. അപ്പോൾ ആ ഹെഡറാണ് കൊടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഇൻസർട്ട് ക്ലിക്ക് ചെയ്യുക. ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ നിന്ന് ഹെഡർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഹെഡേഴ്സിൻ്റെ ഒരുപാട് ഡിസൈൻസ് കിട്ടും. ഇതേമാതിരത്തെ ഒരു ഗാലറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇഷ്ടമുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിലിഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ക്ലിക്ക് ദ ബ്ലാങ്ക് ഹെഡർ സ്റ്റൈൽ ഓർ സ്ക്രോൾ ഡൗൺ ടു ചൂസ് എനി അതർ സ്റ്റൈൽസ്. ഇപ്പം നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള സ്റ്റൈൽ വേണം. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹെഡർ, ഇതാണ് അതിൻ്റെ നോർമൽ ബ്ലാങ്ക്. ഓക്കെ, ബ്ലാങ്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പം നിങ്ങൾക്ക് ഒരുപാട് ഗാലറി ഡിസൈൻസ് വരും. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ദ കർസർ വിൽ ബി പ്ലേസ്ഡ് ഓൺ ഇൻ ദ ഹെഡർ ഏരിയ ഓഫ് ദി ഡോക്യുമെൻറ്റ്. ടൈപ്പ് ദ ഹെഡർ ടെക്സ്റ്റ് ഇൻ സം ഡിസൈൻസ്. You may need to fill in the blanks of for information such as document title and author's name. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഹെഡർ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ആ ഹെഡർ, നിങ്ങൾ സെലക്ട് ചെയ്ത ഹെഡർ നമ്മുടെ പേജിൽ വരും. പേജിൽ വരുമ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കണം. അവിടെ നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ടൈപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഹെഡേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഡേറ്റ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, പേജ് നമ്പർ ആണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ നെയിം ആണെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഹെഡറിൽ കൊടുക്കാം. ഓക്കെ, നൗ ക്ലിക്ക് ഗോ ടു footer in navigation group. The footer area will appear at the bottom of the document. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഹെഡർ കൊടുത്തു അല്ലേ, ഇൻസേർട്ട് എടുത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ നിന്ന് ഹെഡർ കൊടുത്തു. ഇനി നമുക്ക് ഫൂട്ടറും കൂടെ ഈ ഡോക്യുമെൻറ്റിൽ വേണമെങ്കിലോ, സെയിം നിങ്ങൾ ഇൻസേർട്ട് എടുത്തിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫൂട്ടർ വേണം ഇനി ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഹെഡർ കൊടുത്തു, ഇനി ഫൂട്ടർ വേണമെങ്കിൽ ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഫൂട്ടേഴ്സിനും ഇഷ്ടം പോലെ ഡിസൈൻസ് ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു ഡിസൈൻ കൊടുക്കുക. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും എവിടെ വരുന്ന ആ പേജിൻ്റെ ഫൂട്ടറായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹെഡർ എപ്പോഴും ടോപ്പിലായിരിക്കും. അത് 0.5 ഇഞ്ചസ് മാറി ടോപ്പിൽ നിന്ന് മാറിയായിരിക്കും പ്രിൻ്റ് ആവുന്നത്. ഫൂട്ടർ എവിടെയാണ്? പേജിൻ്റെ താഴെയാണ്. അതും 0.5 ബോട്ടത്തിൽ നിന്ന് മാറിയാണ് പ്രിൻ്റ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഓൾസോ ക്ലിക്ക് ഫൂട്ടർ ഇൻ ദ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പ് ടു ഡിസ്പ്ലേ ദ ഫൂട്ടർ ഗാലറി ആൻഡ് ഫൂട്ടർ സ്റ്റൈലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൂട്ടർ സ്റ്റൈലൊക്കെ വേണമെങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കൊടുക്കാൻ മതി. അതൊക്കെ മിസ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേർഡ് എടുത്തിട്ട് എങ്ങനെയാണ് ഫൂട്ടർ ആഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ബ്ലാങ്ക് ഡോക്യുമെൻ്റാണ്. ഇവിടെ എനിക്ക് ഹെഡറും ഫൂട്ടറും കൊടുക്കണം. ഓക്കെ, ഹെഡർ ടോപ്പിൽ കൊടുക്കണം, ഫൂട്ടർ ബോട്ടമിൽ കൊടുക്കണം. അതിനുവേണ്ടി ഏത് ടാബാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്തു. ഇതിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പ് കണ്ടോ? ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ നമ്മൾ ഏതാ ക്ലിക്ക് ചെയ്യേണ്ടത്? ഹെഡർ ക്ലിക്ക് ചെയ്യണം. ഹെഡർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കേ, നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻസ് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ? ഗാലറി കാണാൻ പറ്റും. കണ്ടോ? നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻസ്, ഹെഡർ ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ അത് നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ബ്ലാങ്ക്
ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ എവിടെ വരും? നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരും. ഓക്കെ, ഇത് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരും. ഇനി ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഈ ഒരു ഹെഡർ എന്നൊക്കെ പറഞ്ഞ് ഈ ഡോട്ടഡ് ലൈൻ മാറ്റാൻ വേണ്ടി നിങ്ങൾ ക്ലോസ് പ്രസ് ചെയ്താൽ മതി. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണ്ടേ? ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇപ്പം നമ്മൾ ചാപ്റ്ററിൻ്റെ പേരാണെങ്കിൽ ചാപ്റ്ററിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ടൈപ്പ് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഹെഡർ സെലക്ട് ചെയ്തപ്പോൾ ഒരു ടൈപ്പ് ഹിയർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ വന്ന് കണ്ടില്ലേ? അപ്പം നമുക്ക് ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഹെഡർ ഡേറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളവിടെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചാപ്റ്റർ 4 എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ എനിക്കവിടെ ചാപ്റ്റർ 4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ചാപ്റ്റർ 4 എന്നാണ് ഇതിൻ്റെ ഹെഡറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ചാപ്റ്റർ 4 കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഹെഡർ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനത് ക്ലോസ് ചെയ്തു. ഉണ്ടോ? ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഹെഡർ വന്നു കഴിഞ്ഞു. നോക്കിക്കേ, ഹെഡർ എവിടെയാണ് വന്നിരിക്കുന്നത്? പേജിൻ്റെ ടോപ്പിലെന്ന് പറഞ്ഞാൽ ഈ തുമ്പത്താണോ വന്നിരിക്കുന്നത്? അല്ല, കുറച്ച് ടോപ്പിൽ നിന്ന് കുറച്ച് മാറിയാണ് വന്നിരിക്കുന്നത്. ആ മാറി വന്ന ആ ഡിസ്റ്റൻസ് ആണ് എത്ര? 0.5 ഇഞ്ച്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത നമുക്ക് ഫൂട്ടർ എവിടെയാണ് വരുന്നത്? പേജിൻ്റെ ബോട്ടം പോർഷനിലല്ലേ? പേജിൻ്റെ ഇവിടെ വേണം ഫൂട്ടർ വരാൻ. നമുക്ക് ഫൂട്ടർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. പേജിൻ്റെ ബോട്ടം പോർഷനിൽ ഇൻസേർട്ട് എടുക്കുന്നു. ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ നിന്ന് ഏതാ എടുക്കേണ്ട? ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഫൂട്ടർ ഡിസൈൻസ് കാണാം. അതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലാങ്ക് ആണ് സെലക്ട് ചെയ്തത്. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഫൂട്ടർ എൻ്റെ പേജിൻ്റെ ബോട്ടത്തിൽ വന്നു. ഇനി എനിക്ക് ടൈപ്പ് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിത് ടൈപ്പ് ചെയ്യാം. ഞാൻ മുകളിൽ എന്താ കൊടുത്തത്? ചാപ്റ്റർ 4 എന്നാണെങ്കിൽ ഞാനിവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് വേർഡ് 2013 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നോക്കിക്കോ. അപ്പോൾ ഞാൻ എൻ്റെ ഫൂട്ടർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മുകളിൽ ചാപ്റ്റർ 4 എന്നും ഹെഡറായിട്ട് ചാപ്റ്റർ 4 എന്നും ഫൂട്ടറായിട്ട് ചാപ്റ്ററിൻ്റെ പേരുമാണ് കൊടുത്തത്. ഇനി ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഹെഡർ ആഡ് ചെയ്തു, അതേപോലെ ഫൂട്ടറും ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ വേറൊരു പേജ് എടുക്കുവാണെങ്കിലും ഇപ്പം ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണെങ്കിലും എനിക്ക് ഈ ഹെഡറും ഫൂട്ടറും ആ പേജിലും കിട്ടും. നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ എത്ര പേജാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയും പേജസിലും എന്ത് കിട്ടും? നമ്മളിപ്പോൾ കൊടുത്ത ഹെഡറും ഫൂട്ടറും നമുക്ക് ആ പേജിലും കിട്ടും. അപ്പോൾ ഇത്രയാണ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിനെ പറ്റി. മനസ്സിലായല്ലോ? ഇപ്പം നമുക്ക് അടുത്ത ടോപ്പിക് എന്താ? ആഡിങ് ഡേറ്റ് ഓർ ടൈം. നമ്മൾ എന്തൊക്കെയാണ് ഹെഡേഴ്സിലും ഫൂട്ടേഴ്സിലും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്യാം, ഡേറ്റ് ആഡ് ചെയ്യാം, ചാപ്റ്റർ നെയിം ആഡ് ചെയ്യാം, ഡോക്യുമെൻറ്റ് നെയിം ആഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? ഇത് എങ്ങനെയാണ് ഡേറ്റും ടൈമും നമുക്ക് ഹെഡറിലും ഫൂട്ടറിലും കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്. ടൈം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ദിവസം എത്ര മണിക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി അടുത്തത് നോക്കുന്നത്. അപ്പോൾ അതിന് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെഡറും ഫൂട്ടറും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡേറ്റും ടൈമും ഹെഡറിലാണോ ഫൂട്ടറിലാണോ വരേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് നമുക്ക് എവിടെയാണോ, ഇപ്പോൾ എനിക്ക് ഹെഡറിലാണ് ഡേറ്റ് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ ഹെഡർ പോർഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ഇൻ ഹെഡർ ഓർ ഫൂട്ടർ ഏരിയ. പിന്നെ പ്ലേസ് ദ ഇൻസേർഷൻ പോയിന്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഹെഡറും ഫൂട്ടറും ആഡ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യണം? എനിക്ക് ഇൻസേർഷൻ പോയിന്റ് അവിടെ പ്ലേസ് ദ ഇൻസേർഷൻ പോയിന്റ് അറ്റ് ദ പൊസിഷൻ വെയർ യു വോണ്ട് ടു പ്ലേസ് ദ ഡേറ്റ് ആൻഡ് ടൈം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഹെഡർ പോർഷൻ ഡബിൾ ക്ലിക്ക് ചെയ്തു.
അപ്പോൾ ഇനി എനിക്ക് ഡേറ്റും ടൈമും ആ ഹെഡർ പോർഷനിൽ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ സെൻറ്ററിലാണോ വരേണ്ടതെന്നും എനിക്ക് തീരുമാനിക്കാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഞാൻ ആ കർസർ പോയിന്റ് കൊണ്ടുവച്ചു. അവിടെയാണ് എനിക്ക് ഡേറ്റും ടൈമും ഡിസ്പ്ലേ ആവേണ്ടത്. അതിന് കഴിഞ്ഞ്, അതായത് ഈ കർസർ നമ്മുടെ ഹെഡർ പോർഷനിൽ എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസെർട്ട് ഗ്രൂപ്പിൽ ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ഇഷ്ടമുള്ള ഫോർമാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഫോർമാറ്റ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരും, അപ്പിയർ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റും ടൈമും കൊടുക്കുന്നത്. ഇനി select a date or time format if you want to show date when the document was presented. If you want to change a date, if you want the date to change automatically every time you open the document, select update automatically option. ഇനി നമ്മൾ ടൈം കൊടുത്തു. ഇപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തത്, അപ്പോഴൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത ടൈം ആ ഡോക്യുമെൻറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ആ ഡോക്യുമെൻ്റ് തുറക്കുമ്പോൾ അതിൻ്റെ ടൈം മാറി 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 കാണിക്കും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുക. ഹെഡറും ഫൂട്ടറും ക്ലോസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത്, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അപ്പോൾ അത് ഓപ്പൺ ആയി കിടക്കും. അതുകൊണ്ട് അതിനെ ക്ലോസ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എസ്കേപ്പ് കീ പ്രസ് ചെയ്താലും അത് ക്ലോസ് ആയിക്കോളും. ഇനി നമുക്കിതൊന്നും ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഡേറ്റും ടൈമും ആഡ് ചെയ്യാൻ പോവാം. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ ഹെഡറും ഫൂട്ടറും കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ ഹെഡറും ഫൂട്ടറിൻ്റെ ഒപ്പമാണ് എന്ത് വരേണ്ടത്, ഡേറ്റും ടൈമും വരേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹെഡറിൻ്റെ പോർഷനിലാണോ ഫൂട്ടർ പോർഷനിലാണോ ഡേറ്റ് ആൻഡ് ടൈം വരേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കണം. എനിക്കിപ്പം ഹെഡർ പോർഷനിലാണ് ഡേറ്റ് ആൻഡ് ടൈം വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഹെഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നോക്കിക്കോ മിസ്, ഇവിടെ ഹെഡർ പോർഷൻ ഇതല്ലേ, ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹെഡർ പോർഷൻ എനിക്ക് കാണാൻ പറ്റി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് എവിടെയാണോ ടൈം ആൻഡ് ഡേറ്റ് വരേണ്ടത് അവിടെ ഞാൻ എൻ്റെ കർസർ പോയിന്റ് കൊണ്ട് വെച്ചു. ഇപ്പം എനിക്ക് ഈ കർസർ പോയിന്റ് നിൽക്കുന്ന ഇവിടെ, അതായത് ഇവിടെയല്ലേ ഇപ്പം എൻ്റെ കർസർ പോയിന്റ് നിൽക്കുന്നത്, ഇവിടെയാണ് എനിക്ക് എന്ത് വരേണ്ടത്, ഡേറ്റ് വരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡേറ്റ് ആഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾസ് വന്നു കഴിഞ്ഞു. നമ്മൾ ഹെഡറുടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഹെഡർ ഫൂട്ടർ ടൂൾസ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിൻ്റെ ഡിസൈൻ ടാബിലാണ് എന്ത് കിടക്കുന്നത്, ഡേറ്റ് ആൻഡ് ടൈം കിടക്കുന്നത്. ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോർമാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാം, ഞാനിവിടെ ഈ ഒരു ഫോർമാറ്റ് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എന്താ, ഇപ്പോൾ എനിക്ക് ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പം ടൈമും അതിനനുസരിച്ച് മാറണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ ഡോക്യുമെൻ്റ് ഓപ്പൺ ആയി കിടക്കുക. എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് വേണം, ആ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് എത്ര സമയമാണോ വന്നത് ആ സമയമാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്കിവിടെ ആ ഡോക്യുമെൻറ്റിൽ ടൈമായിട്ട് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു. നോക്കിക്കേ, ഇപ്പം നമ്മുടെ ടൈം ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. ഇനി ഈ ഒരു പോർഷനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ നിങ്ങൾ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ഡോക്യുമെൻറ്റിൽ എന്തായി, നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഹെഡറിൽ ഞാൻ ഡേറ്റും ടൈമും കൊടുത്തു. ഇനി നമുക്ക് ഫൂട്ടർ പോർഷനിലാണ് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കേണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫൂട്ടർ പൊസിഷൻ എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് ഡേറ്റ് ആൻഡ് ടൈം എടുക്കുക, ഇഷ്ടപ്പെട്ട ഫോർമാറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ, സിമ്പിളല്ലേ കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെഡർ ഫൂട്ടറിൽ നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇനി നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്യാം. എങ്ങനെയാണ് പേജ് നമ്പർ ആഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഹെഡറിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കാൻ പഠിച്ചു, ഡേറ്റും ടൈമും കൊടുക്കാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ എങ്ങനെയാണ് കൊടുക്കാമെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം.
ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തപ്പോൾ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യണം, ഡബിൾ ക്ലിക്ക് ദ എനിവെയർ ഇൻ ഹെഡർ ഓർ ഫൂട്ടർ ഏരിയ. ഹെഡറിലാണോ ഫൂട്ടറിലാണോ പേജ് നമ്പർ വരേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക, അതായത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ദെൻ ഡബിൾ ക്ലിക്ക് നിയർ ദ ടോപ്പ് ഓർ ബോട്ടം മാർജിൻ. അത് കഴിഞ്ഞ് നമ്മുടെ ടോപ്പോ ബോട്ടമോ മാർജിനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ടോപ്പോ ബോട്ടമോ മാർജിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിസൈൻ ടാബിൽ ഹെഡർ ഫൂട്ടർ ടൂൾസ് വരും. അതിൽ നിങ്ങൾ പേജ് നമ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ മൗസ് പോയിൻ്റ്, ബ്രിങ് ദ മൗസ് പോയിൻ്റ് ടു ദ കറണ്ട് പൊസിഷൻ ആൻഡ് സെലക്ട് ദ ഡിസൈഡ് നമ്പർ സ്റ്റൈൽ. ഇപ്പോൾ കറണ്ട് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഏത് സ്റ്റൈലിലാണോ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ വരേണ്ടത് അത് നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിവിടെ പേജ് നമ്പർ ഫൂട്ടറിലാണ് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഫൂട്ടർ സെക്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്, മാർജിൻ്റെ അടുത്ത്, ടോപ്പ് മാർജിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ഇവിടെ പറഞ്ഞത് കണ്ടിട്ടില്ലേ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡബിൾ ക്ലിക്ക് നിയർ ടോപ്പ് ഓർ ബോട്ടം മാർജിൻ. മാർജിൻ എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. നോക്കിക്കേ, മിസ് ഇവിടെ എന്ത് ചെയ്തു, ഇതല്ലേ എൻ്റെ മാർജിൻ, ഇവിടെ അല്ലേ വരുന്നത് ബോട്ടം മാർജിൻ, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ, പേജ് സെറ്റപ്പ് ഡിസ്പ്ലേ ആയി വന്നു. അവിടെ എനിക്ക് എന്ത് കൊടുക്കാം, പേജ് നമ്പർ കൊടുക്കാം. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ദ ഡിസൈൻ ടാബ് അണ്ടർ ദ ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾ വിൽ അപ്പിയർ. നോക്കി, അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പേജ് സെറ്റപ്പ് ഒക്കെ വന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡിസൈൻ ടാബിൽ പേജ് നമ്പർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ടോപ്പ് പേജ് നമ്പർ ടോപ്പിലാണോ വരേണ്ടത് ബോട്ടത്തിലാണോ വരേണ്ടതെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ബോട്ടമിലാണ് വരേണ്ടത്. സോ നമ്മൾ ഈ ബോട്ടമിൽ ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സ്റ്റൈല് സെലക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഞാൻ നേരത്തെ കൊടുത്ത ഫൂട്ടറിൻ്റെ മുകളിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫൂട്ടർ നേരത്തെ കൊടുത്തത് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പം പേജ് നമ്പർ സെലക്ട് ചെയ്തത് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പം നമ്മുടെ പേജിൽ എത്ര പേജസ് ഉണ്ടോ ആ പേജസിലെല്ലാം നമ്മുടെ പേജ് നമ്പർ വരും. ഇവിടെ കണ്ട് 2 ആയത്. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റിൽ 2 പേജൊക്കെ ഉണ്ട്. ആ പേജ് നമ്പേഴ്സ് അതിനനുസരിച്ച് കൂടും. ഓക്കെ. ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റിൽ 100 പേജസ് ഉണ്ടെങ്കിൽ 100 പേജസിലും ഈ പേജ് നമ്പർ വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേജ് നമ്പർ ആഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഹെഡർ, ഫൂട്ടർ, ഡേറ്റ് ആൻഡ് ടൈം, പേജ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. ഇനി അടുത്തത്, നമ്മളിപ്പോൾ ഹെഡറിനെ പറ്റി പഠിച്ചു, ഫൂട്ടറിനെ പറ്റി പഠിച്ചു. അടുത്ത നമ്മളിനി പഠിക്കുന്നത് ഫൂട്ട് നോട്ട്സിനെ പറ്റിയും എൻഡ് നോട്ട്സിനെ പറ്റിയുമാണ്. ഇത് ഹെഡർ ഫൂട്ടർ ഒന്നുമല്ല, ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. ഫൂട്ട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ്. ഫൂട്ട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ്. ഓക്കെ. ഫൂട്ട് നോട്ട്സും എൻഡ് നോട്ട്സും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫൂട്ട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ് പ്രൊവൈഡ് എക്സ്പ്ലനേഷൻസ്, കമൻസ് ഓർ റെഫറൻസസ് ഫോർ ടെക്സ്റ്റ് ഇൻ ഡോക്യുമെൻറ്റ്. അപ്പം ഫൂട്ട് നോട്ട്സും എൻഡ് നോട്ട്സും എന്താണ്, ഹെഡർ ഫൂട്ടറും ഒരു ടെക്സ്റ്റ് ആയിരുന്നു, അത് ടോപ്പിലും ബോട്ടമിലാണ് കൊടുക്കുന്നതെന്നാണ് പഠിച്ചത്. ഫൂട്ട് നോട്ട്സും എൻഡ് നോട്ട്സും എന്ന് പറഞ്ഞാൽ എന്താ, ടെക്സ്റ്റ് അല്ല, അവിടെ ഒരു എക്സ്പ്ലനേഷനാണ്. ഫൂട്ട് നോട്ട്സും എൻഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ കമൻസ്. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൂട്ട് നോട്ട്സും എൻഡ് നോട്ട്സും കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഫൂട്ട് നോട്ട്സിലും എൻഡ് നോട്ട്സിലും നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ആൾക്കാർക്ക്, വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആണ്
ഒരു പർട്ടിക്കുലർ ഒരു വേർഡിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കുന്നത്. നോക്കിക്കേ, എ ഫുട് നോട്ട് അപ്പിയേഴ്സ് ഇൻ ദ അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ഫുട് നോട്ട് എപ്പോഴും, ഫുട്ട് എന്ന് പറഞ്ഞാൽ ബോട്ടം, അങ്ങനെ ഓർക്കുക. ഫുട് നോട്ട് എപ്പോഴും ഡോക്യുമെൻറ്റിൻ്റെ താഴെയായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. എന്നാൽ എൻഡ് നോട്ട്സ് അപ്പിയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓർ സെക്ഷൻ. നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് തീരുന്ന എവിടെയാണ്? നമ്മൾ എവിടെ വെച്ചാണോ ടൈപ്പിംഗ് തീരുന്നത് അവിടെ വെച്ചാണ് ആ ഡോക്യുമെൻ്റ് തീരുന്നത്, അല്ലേ? അപ്പോൾ ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ പേജിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ എൻഡ് നോട്ട്സോ നമ്മൾ എവിടെ വെച്ചാണോ ടൈപ്പ് ചെയ്ത് നിർത്തിയത് അതിൻ്റെ താഴെയായിരിക്കും എൻഡ് നോട്ട്സ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ പേജിൻ്റെ ബോട്ടത്തിലായിരിക്കും വരുന്നത്. എന്നാൽ എൻഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് എവിടെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് തീർന്നത് അവിടെയായിരിക്കും എൻഡ് നോട്ട്സ് വരുന്നത്. മനസ്സിലായോ? ഫുട് നോട്ട് ബോട്ടം ഓഫ് ദ പേജ്, എൻഡ് നോട്ട് എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റ് തീരുന്ന അവിടെയാണ് എൻഡ് ഡോക്യുമെൻറ്റ് വരുന്നത്. ഓക്കെ. എ ഫുട് നോട്ട് ഓർ എൻഡ് നോട്ട് കൺസിസ്റ്റ് ഓഫ് 2 ലിങ്ക്ഡ് പാർട്സ്. ഇനി ഫുട് നോട്ടിലും എൻഡ് നോട്ട്സിലും 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പാർട്ട്? എ നോട്ട് റെഫറൻസ് മാർക്ക് ആൻഡ് കറസ്പോണ്ടിങ് നോട്ട് ടെക്സ്റ്റ്. അതായത് ഇപ്പം നമുക്ക് ഫുട് നോട്ടിൽ എന്തെങ്കിലും കാര്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പേജ് നിറച്ചും കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ആ പേജിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്ക് ഫുട് നോട്ടിൽ കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ആൾക്കാർക്ക് അത് മനസ്സിലാവണ്ടേ, ഇത് ഏത് വേർഡിൻ്റെ കറസ്പോണ്ടിങ് ആണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. അതിനുവേണ്ടി നമ്മൾ റെഫറൻസ് മാർക്ക് അവിടെ യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്കൊരു വേർഡിൻ്റെ മീനിങ് ആണ് എക്സ്പ്ലനേഷനായിട്ട് കൊടുക്കേണ്ടതെങ്കിൽ ആ വേർഡിന് ഞാനൊരു നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് ഫുട്ടിൽ, അതായത് ബോട്ടം ഓഫ് ദ പേജിൽ ഞാൻ ഫുട് നോട്ടായിട്ട് കൊടുക്കുമ്പോൾ ആ 1 ഇട്ടിട്ടായിരിക്കും ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഏതിൻ്റെ റെഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു റെഫറൻസ് മാർക്ക് കൊടുക്കും, പിന്നെ ദ കറസ്പോണ്ടിങ് നോട്ട് ടെക്സ്റ്റും നമ്മൾ കൊടുക്കും. ഇനി the note reference mark is placed next to the relevant text in the main document. ഇപ്പം നമുക്ക് ഏത് വേർഡിൻ്റെ ആണോ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ആ വേർഡിൻ്റെ അടുത്ത് വേണം എന്ത് കൊടുക്കാൻ? നമ്മുടെ റെഫറൻസ് മാർക്ക് കൊടുക്കാൻ. ഓക്കെ, റെഫറൻസ് മാർക്ക് അവിടെ വേണം കൊടുക്കാൻ. ഇറ്റ് ക്യാൻ ബി എ നമ്പർ, എ ക്യാരക്ടർ ഓർ എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു വേർഡിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു നമ്പറോ ക്യാരക്ടറോ അല്ലെങ്കിൽ നമ്പറും ക്യാരക്ടറോ എല്ലാം കൂടി ചേർന്ന ഒരു സിമ്പൽ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് ആയിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവർ നേരെ ഫുട് നോട്ട് ആണെങ്കിൽ പേജിൻ്റെ താഴെ പോയി നോക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് അത് വായിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യും റീഡിങ്. അങ്ങനെയാണ് ഫുട് നോട്ട്, ഹെഡ് നോട്ട്, എൻഡ് നോട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. The footnote or endnote can be any length and you can format it just as you would format any other text. ഇപ്പോൾ ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എത്ര ലെങ്ത് വേണേലും വരാം. എത്ര വലിയൊരു പാരഗ്രാഫ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു 3-4 സെൻറ്റൻസ് ആണെങ്കിലോ നമുക്ക് ഫുട് നോട്ടായിട്ടോ എൻഡ് നോട്ട്സ് ആയിട്ടോ കൊടുക്കാൻ പറ്റും. അതിനെ നമുക്ക് ഇപ്പം ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ടെക്സ്റ്റിനെ അതിൻ്റെ ഫോണ്ട് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണ് നമ്മൾ വേർഡിൽ ടെക്സ്റ്റിൻ്റെ സൈസ് കൊടുക്കുന്നത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്കൊരു ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫുട് നോട്ട് ഇല്ലെങ്കിൽ ഒരു എൻഡ് നോട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആദ്യം എന്ത് ചെയ്യണം? ഒരു വേർഡ് വേണം, അല്ലേ? ആ വേർഡിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫുട് നോട്ടായിട്ടോ എൻഡ് നോട്ടായിട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ വേർഡിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. പൊസിഷൻ ദ കർസർ അറ്റ് ദ പോയിന്റ് വെയർ യു വോണ്ട് ടു ഇൻസേർട്ട് എ റെഫറൻസ് മാർക്ക്. ആദ്യം നമ്മൾ വേർഡിൻ്റെ അടുത്ത് മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യണം. അവിടെ ഒരു റെഫറൻസ് മാർക്ക് കൊടുക്കണം. ഓക്കെ, അവിടെ ഒരു റെഫറൻസ് മാർക്ക് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ വേർഡിൽ റെഫറൻസ് ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻസേർട്ട് എൻഡ് നോട്ട്
ഓർ ഇൻസേർട്ട് ഫുട് നോട്ട്സ് ഉണ്ടാവും. ഫുട് നോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ 2 ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. എന്നിട്ട് നമുക്കതിൽ എന്ത് ചെയ്യണം നോക്കിക്കേ, ഇൻ ദ ഫൂട്ട് ആൻഡ് എൻഡ് നോട്ട് ഡയലോഗ്, ഇതാണ് ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട് ഡയലോഗ് ബോക്സ്. ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിലെന്താ ചെയ്യേണ്ടത്, സെലക്ട് ഫുട് നോട്ട് ഓർ എൻഡ് നോട്ട്. ഇപ്പം നമുക്ക് ഫുട് നോട്ടായിട്ടാണോ എൻഡ് നോട്ടായിട്ടാണോ കൊടുക്കേണ്ടതെന്ന് നിങ്ങളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു റെഫറൻസ് നമ്മൾ നമ്പറോ ക്യാരക്ടറോ ഒക്കെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റെഫറൻസ് നമ്മൾ നമ്പർ ഫോർമാറ്റ് ആണെങ്കിൽ നമ്പർ ഫോർമാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടെ ഒരു ഇൻ ദ സ്റ്റാർട്ടഡ് ബോക്സ് ടൈപ്പ് ഓർ സെലക്ട് എ വാല്യൂ ഫോർ ദ ഫസ്റ്റ് നോട്ട് റെഫറൻസ്. അപ്പം നമ്മൾ ആദ്യം അവിടെ ഒരു റെഫറൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്ലിക്ക് ദ സിമ്പിൾ ടു ഡിസ്പ്ലേ ദ സിമ്പിൾ ഡയലോഗ് ബോക്സ്. സെലക്ട് സിമ്പിൾ ആൻഡ് ക്ലിക്ക് ഓക്കെ. അപ്പം നമ്മൾ എന്താണോ അവിടെ വരേണ്ടത്, റെഫറൻസ് ആയിട്ട് വരേണ്ട സിമ്പിൾ, അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദ കർസർ വിൽ മൂവ് next to the footnote or endnote number at the bottom of the page or at the end of the document. ഇപ്പം നമ്മൾ ഫുട്നോട്ട് ആണ് ക്ലിക്ക് ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ റെഫറൻസിനുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ ഫുട്നോട്ട് ആണെങ്കിൽ പേജിൻ്റെ ബോട്ടമിൽ പോകും. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എൻഡ് നോട്ട് ആണെങ്കിലോ ഡോക്യുമെൻ്റ് തീരുന്നതിൻ്റെ അവിടെ ആയിരിക്കും എൻഡ് നോട്ടിൻ്റെ അടുത്ത പൊസിഷൻ പോകുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഫുട്നോട്ടും എൻഡ് നോട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഞാനിവിടെ എന്താ വേണ്ടത്, എനിക്ക് ഫുട്നോട്ടോ ഹെഡ് നോട്ടോ എൻഡ് നോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഞാൻ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യണ്ടേ. അപ്പം നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു. ദിസ് ഈസ് ക്ലാസ് 6 ആൻഡ് വി ആർ ലേണിംഗ് IT ഓഫ് ചാപ്റ്റർ 4 എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു ഡോക്യുമെൻ്റ് ഒരു സെൻറ്റൻസ് കൊടുത്തു. അപ്പോൾ എൻ്റെ എൻഡ് നോട്ട്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റിലല്ലേ വരുന്നത്. എൻ്റെ ഡോക്യുമെൻ്റ് തീരുന്നത് ഇതാ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ എൻഡ് നോട്ട് ഇവിടെ വേണം വരാൻ. ഇവിടെ ആയിരിക്കും എൻഡ് നോട്ട് വരുന്നത്. പിന്നെ ബോട്ടം ഓഫ് ദ പേജിലായിരിക്കും എന്ത് വരുന്നത്, ഫുട് നോട്ട് വരുന്നത്. ഇവിടെ ആയിരിക്കും ഫുട് നോട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കേണ്ടത് നോക്കാം. അപ്പം അതിന് വേണ്ടി എനിക്കൊരു റെഫറൻസ് കൊടുക്കണം അല്ലേ, എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കണം. ഇപ്പം എനിക്ക് ചാപ്റ്റർ 4ൻ്റെ പേരാണ് എനിക്ക് എൻഡ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഫുട് നോട്ടായിട്ടോ കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, എനിക്ക് ഏത് വേർഡിൻ്റെ ആണോ ഒരു റെഫറൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ആ വേർഡിൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യണം, കർസർ പോയിൻ്റ് പ്ലേസ് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ കർസർ ഇവിടെ പ്ലേസ് ചെയ്തു. എന്താ ചെയ്യേണ്ടത്, റെഫറൻസ് ടാബിൽ പോകുക. ഓക്കെ, റെഫറൻസ് ടാബിൽ നിങ്ങൾ ഇൻസർട്ട് ഫുട് നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്, പേജിൻ്റെ ബോട്ടമിലായിരിക്കും ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഇൻസർട്ട് ഫുട് നോട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇവിടെ ചാപ്റ്റർ 1ൻ്റെ അവിടെ ഒരു റെഫറൻസും വന്നു. പിന്നെന്താ, താഴെ അതായത് 1 എന്ന് പറഞ്ഞ ഒരു റെഫറൻസ്, അതായത് എൻ്റെ ചാപ്റ്റർ 4ൻ്റെ റെഫറൻസ് നമ്പർ വന്നത് 1 ആണ്. അപ്പോൾ ആ 1 ഇവിടെ താഴെ വന്നു. ഇനി നമ്മൾ ഇവിടെ വേണം എന്ത് ചെയ്യാൻ, നമുക്ക് ആ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഞാൻ ഈ ചാപ്റ്റർ 4ൻ്റെ അടുത്ത് വന്നു, അതായത് എനിക്ക് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടത്, റെഫറൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക.
അവിടെ ഇൻസേർട്ട് എൻഡ് നോട്ട് ഓർ ഇൻസേർട്ട് ഫുട് നോട്ട് ഇൻ ഫുട് നോട്ട് ഗ്രൂപ്പ് അത് നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ബോക്സ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ഫുട് നോട്ട് ഓർ ഇൻസേർട്ട് എൻഡ് നോട്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എനിക്കൊരു ഡയലോഗ് ബോക്സ് വന്നു. അവിടെ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്സ് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വന്നു. അവിടെ ഞാൻ ഫുട് നോട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദ പേജിലാണല്ലോ നമ്മുടെ ഫുട് നോട്ട് വരുന്നത് അല്ലേ. ഇനി നമുക്ക് നമ്പർ ഫോർമാറ്റ് എടുക്കാം. ഇപ്പം നമുക്ക് റെഫറൻസ് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് അത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഏത് നമ്പർ ഫോർമാറ്റ് ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണോ, ഏത് ഫോർമാറ്റിലാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളത് ഹോൾ ഡോക്യുമെൻറ്റിലായിട്ടായിരിക്കും അത് വരുന്നത്, ഇൻസേർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഫുട് നോട്ട് അവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ എനിക്ക് വേണ്ട, അതായത് ചാപ്റ്റർ 4 ഏതാണെന്ന് ഇവിടെ താഴെ പറഞ്ഞു കൊടുക്കുക. ഏതാണ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് വേർഡ് 2013 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഫുട് നോട്ടിൽ ഞാൻ എൻ്റെ ഏതാണോ ചാപ്റ്റർ നെയിം അത് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നത്, ഫുട് നോട്ട് കൊടുക്കുന്നത്. ഈ 1 എന്ന് പറയുന്നതാണ് എന്ത്, റെഫറൻസ് നോട്ട്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഈ താഴെ ഫുട് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുട് നോട്ട് എപ്പോഴും ബോട്ടം ഓഫ് ദ പേജിലാണ് വരുന്നത്, അവിടെ ഞാൻ കൊടുത്തു. ഇനി എന്താ, ഇപ്പം നമ്മൾ ഈ ചാപ്റ്റർ 1 ഇവിടെ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ റെഫറൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്കിവിടെ തന്നെ വിസിബിളാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫുട് നോട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എൻഡ് നോട്ടാണ് കൊടുക്കേണ്ടതെങ്കിലോ, ഇവിടെ എനിക്ക് എൻഡ് നോട്ടാണ് ഇവിടെ കൊടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, കർസർ പോയിന്റ് ഇവിടെ വെക്കുക, ഇൻസേർട്ട് എൻഡ് നോട്ട്. എൻഡ് നോട്ട് എവിടെയാണ് വരുന്നത്, ആ ഡോക്യുമെൻ്റ് തീരുന്ന അവിടെ കേട്ടോ, ഡോക്യുമെൻ്റ് തീരുന്ന അവിടെയാണ് വരുന്നത്. ഡോക്യുമെൻ്റ് തീരുന്ന എവിടെയാണോ അവിടെ ആയിരിക്കും അത് വരുന്നത്. അതായത് ഇപ്പം എനിക്ക് 2 പേജ് ഉണ്ടെങ്കിൽ ആ 2 പേജ്, ഈ ഒരു പേജ് കഴിഞ്ഞ് എനിക്ക് അടുത്ത പേജും ഉണ്ടല്ലോ ഡോക്യുമെൻ്റ്, അതുകൊണ്ടാണ് ഇതിവിടെ വന്നത് കേട്ടോ. ഡോക്യുമെൻ്റ് തീരുന്നതിൻ്റെ അവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് നോട്ടിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് എൻഡ് നോട്ടും ഫുട് നോട്ടും കൊടുക്കേണ്ടത്. ഒന്നുമില്ല, ഫുട് നോട്ട് എൻഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷനോ ഒരു റെഫറൻസിനോ വേണ്ടിയാണ് നമ്മൾ എൻഡ് നോട്ടും ഫുട് നോട്ടും യൂസ് ചെയ്യുന്നത്. ഫുട് നോട്ട് എപ്പോഴും പേജിൻ്റെ താഴെയായിരിക്കും വരുന്നത്. എന്നാൽ എൻഡ് നോട്ടോ ഡോക്യുമെൻ്റ് തീരുന്നതിൻ്റെ അവിടെ, ഇപ്പം എനിക്കൊരു 10 പേജുള്ള ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ 10 പേജ് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10ാമത്തെ പേജിലായിരിക്കും എൻഡ് നോട്ടിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ഏത് വേർഡിനാണ് റെഫറൻസ് ഇല്ലെങ്കിൽ ഫുട് നോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വേർഡിൻ്റെ അടുത്ത് നിങ്ങൾ കർസർ പോയിന്റ് വെക്കുക. റെഫറൻസ് എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ഫുട് നോട്ടും ഇൻസേർട്ട് എൻഡ് നോട്ടും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. നമ്പർ ഫോർമാറ്റ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈഡ് എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻഡ് നോട്ട് ഫുട് നോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. അടുത്ത ടോപ്പിക്ക് പേജ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പേജിന് ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പല പേജിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുമല്ലേ, ചിലപ്പോൾ കളർ കൊടുക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പേജ് ഗ്രൂപ്പ്, പേജ് backgrounds. To make a page visually interesting and secure, we can add watermark. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർമാർക്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ചേഞ്ച് ദ പേജ് ബോർഡർ, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർമാർക്കൊക്കെ ആഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, പേജിൻ്റെ ബോർഡർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പേജിൻ്റെ കളർ മാറ്റാം, പേജ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, പേജ് ബോർഡർ കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസൈൻ ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം.
വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർമാർക്ക് ഈസ് എ ടെക്സ്റ്റ് ഓർ പിക്ചർ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ കണ്ടന്റ് ഓഫ് എ പേജ്. വാട്ടർമാർക്ക് പേജിൻ്റെ പുറകിൽ, അത് പുറകിൽ എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മൾ കണ്ടൻറ്റ് എഴുതിയിരിക്കുന്നത് ആ ഡോക്യുമെൻറ്റിൽ തന്നെ ആ കണ്ടൻറ്റിൻ്റെ പുറകിൽ, അതായത് ആ മങ്ങിയ ഒരു ലെറ്റേഴ്സായിട്ടായിരിക്കും വാട്ടർമാർക്ക് വരുന്നത്, ആ പേജിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വാട്ടർമാർക്കിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ആ വാട്ടർമാർക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റ് ഓർ പിക്ചർ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ കണ്ടൻസ് ഓഫ് എ പേജ് ഓഫ് എ ഡോക്യുമെൻറ്റ്. ദ സ്റ്റെപ്സ് ടു ആഡ് എ വാട്ടർമാർക്ക് ആർ. ആദ്യം നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്ന് നോക്കാം. ക്ലിക്ക് ദ ഡിസൈൻ ടാബ്. ഡിസൈൻ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇൻ ദ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് ക്ലിക്ക് ദ വാട്ടർമാർക്ക് ഓപ്ഷൻ. ആദ്യം എന്താ? പേജ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഡിസൈൻ ടാബിൽ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പുണ്ട്. അതിൽ നിങ്ങൾ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കസ്റ്റം വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വാട്ടർമാർക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പിക്ചേഴ്സ് ആണെങ്കിലും വാട്ടർമാർക്കായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സെലക്ട് ബട്ടൺ, അത് കഴിഞ്ഞ് അതിനെ ഇൻസേർട്ട് ചെയ്യുക. ഇത് നമുക്ക് ഇന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇൻസേർട്ട് ടെക്സ്റ്റ് വാട്ടർമാർക്ക്. ഇനി വാട്ടർമാർക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് പിക്ചർ വാട്ടർമാർക്കായിട്ടും ഒന്ന് ടെക്സ്റ്റ് വാട്ടർമാർക്കായിട്ടും. ഇപ്പോൾ ടെക്സ്റ്റ് വാട്ടർമാർക്കാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്തും കൊടുക്കാം വാട്ടർമാർക്ക്. വാട്ടർമാർക്ക് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു ടെക്സ്റ്റാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ പുറകിലാണ് ആ ടെക്സ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ടാബ് എടുക്കാം. ഡിസൈൻ ടാബിൽ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ വാട്ടർമാർക്ക് ഉള്ളത്. വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. ഇത് നോക്കുക, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം വേർഡാണല്ലേ, ടെക്സ്റ്റ് വാട്ടർമാർക്കാണ്. ഈ ടെക്സ്റ്റ് മാർക്കിൽ നോക്കി കോൺഫിഡൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ഡു നോട്ട് കോപ്പി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടില്ലേ? അപ്പം നിങ്ങളിത് പല ഇടത്തും കണ്ടു കാണും, ഇങ്ങനെ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പിക്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റം വാട്ടർമാർക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. കസ്റ്റം വാട്ടർമാർക്കിൽ ആദ്യം നിങ്ങൾ പിക്ചർ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഏത് പിക്ചറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സെലക്ട് പിക്ചർ. ഇപ്പം നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേണ്ടത് എടുത്തു കൊടുക്കാം. മിസ് ഓഫ്ലൈനായിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഉള്ള എന്തെങ്കിലും പിക്ചേഴ്സ് ആണ് ഞാൻ എടുക്കാൻ പോകേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ എനിക്ക് വാട്ടർമാർക്ക് വന്നു കഴിഞ്ഞു. കണ്ടോ? ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത ആ പിക്ചർ വാട്ടർമാർക്കായിട്ട് ഈ ഡോക്യുമെൻറ്റിൽ വന്നു. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ്? ഇവിടെ എന്ത് ചെയ്യണം? ഡിസൈൻ ടാബിൽ നിങ്ങൾ പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. പിക്ചറാണ് വരേണ്ടതെങ്കിൽ നിങ്ങൾ കസ്റ്റം വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. അതിൽ പിക്ചർ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് പിക്ചർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ വർക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ പിക്ചേഴ്സ് ഉണ്ടോ അതൊക്കെ വരും. അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിക്ചർ വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റായിട്ടാണ് വാട്ടർമാർക്ക് കൊടുക്കേണ്ടതെങ്കിലോ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക, കസ്റ്റം വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് എന്താ പിക്ചർ വാട്ടർമാർക്ക് വേണ്ട, ടെക്സ്റ്റ് വാട്ടർമാർക്കാണ് വേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് വാട്ടർമാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ എന്താ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിൻ്റെ അവിടെയാണ് എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റിൽ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ വാട്ടർമാർക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് ലേ ഔട്ട് ഉണ്ട്. ഒന്ന് ഡയഗണലായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കാം. ഇപ്പം ഞാൻ ഡയഗണലായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്ലൈ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പിക്ചർ മാറി ഇപ്പം ടെക്സ്റ്റാണ് വാട്ടർമാർക്കായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡേറ്റാസൊക്കെ ആഡ് ചെയ്യാം. നമുക്കത് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതെപ്പോഴും ഒരു ഡിം ആയിട്ടായിരിക്കും വാട്ടർമാർക്ക് ഉണ്ടാവുന്നത്. എന്തിനാണ് വാട്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത്?
നമുക്ക് കുറച്ചുകൂടെ റീഡബിലിറ്റി കൂട്ടാൻ, കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ മാർക്ക് കൊടുക്കുന്നത്. അത് നമുക്ക് ടെക്സ്റ്റായിട്ടും കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ പിക്ചറായിട്ടും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്തൊക്കെ ഇനി പഠിക്കണം, പേജിൽ ബാക്ക്ഗ്രൗണ്ടിൽ കളർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ബോർഡേഴ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുമാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. പേജ് കളർ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പേജ് ബാക്ക്ഗ്രൗണ്ടിൽ പേജ് കളറുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ കളറ് എവിടെയാണ് വരുന്നത്, പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ കളറ് നമുക്ക് നമ്മുടെ എന്തായിട്ട് വരും, ഡോക്യുമെൻറ്റിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ പേജ് കളർ എടുക്കുക, ഇഷ്ടപ്പെട്ട ഒരു കളറ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതാണോ വ്യൂ കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ആ ഒരു കളറ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പേജ് കളർ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പേജ് ബോർഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ബോർഡർ സെലക്ട് ചെയ്യുക. ഇവിടെ ഏത് ടൈപ്പിലുള്ള ബോർഡറാണ്, നിങ്ങൾക്ക് ബോക്സ് ബോർഡർ വേണോ, ഷാഡോ ടൈപ്പ് വേണോ, 3D വേണോ, ഇതൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോർഡറും ഡിസ്പ്ലേ ആവും. നോക്കിക്കേ, അപ്പോൾ ബോർഡർ പഠിച്ചില്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കളർ ആഡ് ചെയ്തത്, പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിൽ നമ്മൾ പേജ് കളർ എടുത്തു, ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തു. ഇനി എങ്ങനെയാണ് പേജ് ബോർഡർ കൊടുക്കുന്നത് നോക്കിയേ. പേജ് ബോർഡർ എവിടെയാണുള്ളത്, ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ് എടുക്കുക. ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും, അതിൽ പേജ് ബോർഡർ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബോക്സ് വന്നത് കണ്ടില്ലേ. ഓക്കെ, പേജ് ബോർഡേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പേജ് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്സ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ബോർഡർ സെലക്ട് ചെയ്യുക. യു ക്യാൻ യൂസ് എ സിമ്പിൾ ലൈൻ. നിങ്ങൾക്കൊരു സിമ്പിൾ ലൈനാണോ ബോർഡറായിട്ട് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ബോർഡർ സൈസ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ കളറും വിഡ്ത്തും ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് കളർ ആ ബോർഡറിൽ ഇപ്പോൾ പച്ച കളർ വേണമെങ്കിൽ പച്ച കളർ കൊടുക്കാം, യെല്ലോ വേണമെങ്കിൽ യെല്ലോ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട കളർ കൊടുത്തിട്ട് അതിൻ്റെ വിഡ്ത്തും മാറ്റാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പം ഇവിടെ 3D ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കതിൻ്റെ കളറ് മാറ്റണം എന്നുണ്ടെങ്കിലോ, ഞാൻ ഒരു കളർ റെഡ് കളർ ഞാൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ വിഡ്ത്ത് എനിക്കിപ്പോൾ ഈ ഒരു കട്ടിക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ വിഡ്ത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. നോക്കിക്കേ, ഇപ്പം നമ്മുടെ ബോർഡറിന് നമ്മൾ സെലക്ട് ചെയ്ത കൊടുത്ത കളറും വന്നു, ആ ഒരു വിഡ്ത്തും വന്നു, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേജ് ബോർഡർ സെലക്ട് ചെയ്യുന്നത്, പേജ് കളർ കൊടുക്കുന്നത്, വാട്ടർ മാർക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ 4th ചാപ്റ്റർ കഴിഞ്ഞു. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ മിസ് അടുത്ത ക്ലാസ്സിൽ 3rd ചാപ്റ്ററിൻ്റെയും 4th ചാപ്റ്ററിൻ്റെയും നോട്ട്സ് തരും. നിങ്ങൾ ദയവേത് ഈ ഒരു ചാപ്റ്റർ ഇപ്പം ഈ വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് ടെക്സ്റ്റും കൂടെ വായിച്ച് നോക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.